എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് CRMൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് ആദ്യം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സെറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഇമെയിൽ വെരിഫിക്കേഷൻ കോഡിൽ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഗെറ്റ് കോഡ് എന്ന് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ മെയിലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഡെപ്പോസിറ്റിലേക്ക് പോവുക. ഈ ഒരു ഏരിയയിലായിട്ട് റിസീപ്റ്റ് അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് കാണാം. അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കിട്ടും. ഈ ബാർകോഡിന് മുകളിലായിട്ട് നിങ്ങൾക്കൊരു കോപ്പി ചെയ്യാനുള്ളൊരു ചെറിയൊരു സിമ്പിൾ കാണാം. അതുമേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാലറ്റ് അഡ്രസ്സ് കോപ്പി ആയി കിട്ടും. ഇനി നിങ്ങൾക്ക് ബൈനാൻസിലേക്ക് പോയിട്ട് ബൈനാൻസിൽ നിന്ന് TRC20 അഡ്രസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു വാലറ്റ് അഡ്രസ്സിലേക്ക് എത്രയാണോ നിങ്ങൾ USDT ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് ബിനാൻസിൽ നിന്ന് വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്തിട്ട് അവിടെ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട്, നമ്മൾ അയച്ചതിൻ്റെ റെസിപ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ അക്കൗണ്ടിലേക്ക് വരിക. ഇവിടെ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റർ ഡെപ്പോസിറ്റ് എമൗണ്ട്, എത്രയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് കാണിക്കും എത്ര ഡോളർ നമുക്ക് ഇവിടെ ഫീസ് ഉണ്ട് എന്നുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബിനാൻസിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവിടെ $1 സർവീസ് ചാർജ് ഉണ്ടാവും. ഇവിടെ 1% CRMലും സർവീസ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ചാർജസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ $100 ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു $103 എങ്കിലും നിങ്ങൾ ഇതിലേക്ക് റീചാർജ് ചെയ്യണം. ഓക്കെ, എന്നെങ്കിലേ നിങ്ങൾക്ക് കറക്റ്റ് $100 ഇല്ല $101 എങ്കിലും ഇതിൽ കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ട് ഈ ട്രാൻസ്ഫർ റെസിപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് എൻ്റർ ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് മൈ വാലറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പേസിലേക്ക് നിങ്ങളുടെ ഫണ്ട് വരും. അവിടെ നിങ്ങളുടെ USDT വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് മൈ വാലറ്റിൽ നിന്ന് നമുക്ക് ഈ ഫണ്ടിനെ നേരെ ട്രേഡിംഗ് വാലറ്റിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന മെനു ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അസറ്റ് സെലക്ട് ചെയ്യുക. അസറ്റിൽ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. അവിടെ വിഡ്രോവൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൈ വാലറ്റ് കൊടുക്കുക. ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സെലക്റ്റിക്ക് കൊടുക്കുക. ട്രാൻസ്ഫർ എമൗണ്ട് എന്നുള്ളിടത്ത് എത്രയാണോ എമൗണ്ട് എന്നുള്ളതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങളെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം നിങ്ങൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു സ്പേസിലേക്ക് നിങ്ങളുടെ USDT വന്നതായിട്ട് കാണിക്കും.